സൂര്യ സുജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂര്യ, ഈ കോഴിക്കോട്ടെ സാഹചര്യം നമ്മൾ ഈ വയനാട്ടിലെ പറയുന്നത് പോലെ തന്നെയാണ് കോഴിക്കോട്ടെയും. ഈ വയനാട്ടിലുണ്ടായ അത്രയും വലിയൊരു ഉരുൾപൊട്ടൽ തന്നെയാണ് അവിടെയും ഉണ്ടായത്. വീണ്ടും ഉരുൾപൊട്ടൽ, ഇന്ന് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കാഷ്വാലിറ്റീസ് അധികം ഇല്ല എങ്കിലും അതീവ ജാഗ്രത പാലിക്കണം. നദികളും പുഴകളും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമൊക്കെ അവിടെയും നിലനിൽക്കുന്നുണ്ടല്ലേ? രമ്യ, അതെ, കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയ അതേ മേഖലയിൽ തന്നെയാണ് ഇന്നും ഉരുൾപൊട്ടിയത്. അതായത് കോഴിക്കോട് വാണിമേൽ വിലങ്ങാട് എന്ന പ്രദേശത്തായിരുന്നു. അവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഉരുൾപൊട്ടിയ സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ട് അവിടുത്തെ 60ഓളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ഇന്ന് 5 മണിയോടെയാണ് അവിടെ ഉരുൾപൊട്ടിയത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ ക്യാമ്പിലായതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് പിന്നിൽ കാണാൻ പറ്റും, ഇവിടെ ആംബുലൻസുകൾ ഒരുപാടുണ്ട്. അതായത് രക്ഷാപ്രവർത്തകരും ഡോക്ടർമാരും അതായത് ജനപ്രതിനിധികളും എല്ലാവരും ഉണ്ട്. അതായത് ഈ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് ഇന്നത്തെ തിരച്ചിലിൽ നിന്ന് ലഭിച്ച മൃതശരീരങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇപ്പോൾ 41 ആംബുലൻസുകൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അതിൽ 30ഓളം ആംബുലൻസുകളിൽ പൂർണ്ണമായ മൃതശരീരങ്ങളാണ് കൊണ്ടുപോയത്. മറ്റ് ആംബുലൻസുകളിൽ ഈ ശരീരഭാഗങ്ങൾ മാത്രമായിട്ടാണ് കൊണ്ടുപോയത്. അതായത് ഇന്ന് രാത്രി വൈകിയും ഈ പോസ്റ്റ്മോർട്ടം തുടരും. ഇന്ന് വൈകിട്ട് ഒരു 6 മണിയോടെയാണ് ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ, അതായത് പോത്തുകല്ല്, മുണ്ടേരി എന്നിവിടങ്ങളിലെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. പ്രതികൂല സാഹചര്യമായതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ രാവിലെ 7 മണിയോടെ വീണ്ടും NDRF സംഘത്തിൻ്റെയും തണ്ടർബോൾട്ടിൻ്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കും. നമ്മളോടൊപ്പം നഗരസഭ പ്രതിപക്ഷ നേതാവ് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഈ ഒരു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ ചൂരമലയിലും മുണ്ടക്കയിലും ഈ മിനിയാന്ന് ഈ ദുരന്തമുണ്ടായതിന് ശേഷം ഇന്നലെ പുലർച്ചെ മുതൽ ഞങ്ങളൊക്കെ ഈ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ മുഴുവൻ ആളുകളും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുമുണ്ട്. ഇപ്പോൾ ഇന്നലെ മുതൽ ഇത് തുടർച്ചയായിക്കൊണ്ട് അവിടുന്ന് മൃതശരീരങ്ങൾ ഇങ്ങനെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ വന്നുകൊണ്ടിരിക്കുന്ന ശേഷം പിന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് PM നടത്തി. ഇവിടെ ഇതിൻ്റെ വാർഡിലേക്ക് മുഴുവൻ വാർഡുകളും ഒഴിവാക്കിക്കൊണ്ട് ഈ ജില്ലയിലെ മുഴുവൻ പിന്നെ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഫീസറുകൾ ഇവിടെ എത്തി അതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഒരു 11 മണിയോടുകൂടി പിന്നെ അങ്ങോട്ട് മൃതശരീരം PHCയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ ഇന്ന് രാത്രി ഈ സമയം വരെ ഏകദേശം 41ഓളം ആംബുലൻസ് വഴി നമുക്കൊരു 37 മൃതശരീരവും അതുപോലെ തന്നെ അതിൻ്റെ മിക്കവാറും പിന്നെ പല ഭാഗങ്ങളായിട്ട് പാർട്ടായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതടക്കം കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഇനിയിപ്പോൾ അവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബന്ധുക്കൾ അവരെ ഇത് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൊണ്ടുപോയതിന് ശേഷം നാളെ മുതൽ കൊണ്ടുപോയാൽ മതി. തൽക്കാലം ഇവിടുന്ന് ആംബുലൻസിൽ മൃതശരീരം കൊണ്ടുപോകുന്നത് നിർത്തിവെച്ചിരിക്കും. നിലവിൽ നമ്മളിപ്പോൾ 3 പേരെയാണ് ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 2 കുട്ടികളും അതുപോലെ തന്നെ പാർത്ഥിപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ബന്ധുക്കൾക്ക് പോലും വളരെയധികം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയാണ്. കാരണം ശരീരഭാഗങ്ങൾ മാത്രമായി ലഭിച്ചതുകൊണ്ട് തന്നെ സ്വന്തം ഉറ്റവരെയും ഉടവരെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ഡോക്ടേഴ്സ് അവരുടെ DNA എടുത്തിട്ടാണ് ബോഡി വിട്ടുകൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് പാർട്സ് ആയതുകൊണ്ട് ആളുകൾ പലപ്പോഴും വളരെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് ഇനി ഇതെങ്ങനെയാകുമെന്നുള്ള കാര്യം ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് DNA എടുത്തതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ വന്ന് അവരെ കൂടി DNA എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ചറിയാവുന്നതാണ്. സേതുലക്ഷ്മി, അത്തരത്തിൽ ഇവിടെ വലിയ രീതിയിലൊരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പ്രവർത്തനം വലിയ രീതിയിലുണ്ട്. കാരണം ഇവിടെ നിന്ന് ഈ വയനാട്ടിൽ നിന്ന് കാണാതായ ആളുകളുടെ ഫോട്ടോ വെച്ചാണ് ഇവിടുത്തെ ആളുകൾ, അതായത് ഈ മൃതശരീരങ്ങളൊക്കെ വെച്ച് ഈ ബന്ധുക്കൾക്ക് അവിടെ വയനാട്ടിലേക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ മാച്ച് ആയ ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്ന് ബോഡി കൈപ്പറ്റുന്നത്. അത്തരത്തിൽ 3 പേരുടെ മൃതശരീരമാണ് വീട്ടുകാർക്ക് വിട്ടു നൽകിയത്. 2 പേര് ഇപ്പോഴും, അതായത് സ്വന്തം ബന്ധുക്കളാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ
ഈ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. ഇന്ന് രാത്രി വൈകിയും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുമെന്നുള്ളൊരു കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അല്പം മുമ്പ് തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിൽ അവരും കൂടി ചേരും. നാളെ രാവിലെയോടെ വീണ്ടും ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ ഈ പരിശോധന തുടരുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് കൂടുതൽ മൃതശരീരങ്ങൾ ഇനിയും ഈ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ഈ ചാലിയാറിൻ്റെ തീരപ്രദേശമായ മുണ്ടേരിയുടെ മുകളിൽ ആദിവാസി കോളനിയാണ്. അവിടെ കൂടുതലായി തിരച്ചിലുകൾ നടത്തുമെന്ന് പറയുന്നുണ്ട്. ഈ വനത്തിനുള്ളിൽ കൂടുതൽ ആളുകൾ അടിഞ്ഞു കിടക്കാനുള്ള, അതായത് മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത് കണക്കിലെടുത്ത് നാളെ രാവിലെ 7 മണി മുതൽ ഈ വനത്തിനുള്ളിലൊക്കെ ആയിരിക്കും ഈ ഒരു തിരച്ചിൽ നടക്കുക. സേതു, ഇതെന്തൊരു അവസ്ഥയാണല്ലേ സൂര്യ. കാരണം ഈ ആളുകളെയൊക്കെ കയ്യും കാലും ഒക്കെ മാത്രം കിട്ടുന്നു, അത് DNA ഉപയോഗിച്ച് തിരിച്ചറിയേണ്ടി വരുന്ന ഒരു ഗതികേട്. ഒപ്പം ഈ ഫോട്ടോയൊക്കെ നോക്കി അതൊക്കെ മാച്ചാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് മൃതശരീരങ്ങളൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു മരണം അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അവരുടെ മരണം നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കില്ലേ, നമ്മുടെ മരണം അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ. ഇതൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു കാര്യമാണോ ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്? അത് ഓർക്കുമ്പോൾ അത്രയും നമുക്ക് ഈ പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ചാലിയാറിൽ ഇത്രയും മൃതദേഹങ്ങൾ കിട്ടുന്നു, അതിൻ്റെ തീരത്ത് ഇത്രയും മൃതദേഹങ്ങൾ അടിഞ്ഞു കിടക്കുന്നു, ഇനിയും അടിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതായത് ഈ കിലോമീറ്ററോളം ഒഴുകി വന്ന് ഇവിടെ അടിഞ്ഞു കൂടണമെങ്കിൽ ആ ഉരുൾപൊട്ടലിൻ്റെ തീവ്രത അത് നമുക്ക് ഈ വിവരിക്കുന്നതിനുമൊക്കെ അപ്പുറമാണെന്നല്ലേ സൂര്യ? അതെ, മഴ വിഴുങ്ങിയ ഒരു പ്രദേശമെന്ന് തന്നെ പറയാം. കാരണം ഈ ഭൂമി ഒരു പ്രദേശത്തിൽ ഈ 2 സ്ഥലങ്ങൾ, അതായത് ഈ വയനാട് ചൂരൽമലയും മുണ്ടക്കായി പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കിലോമീറ്ററുകളോളം ഈ മൃതശരീരങ്ങളെല്ലാം തന്നെ ഈ മരങ്ങളിലും കല്ലുകളിലും ഒക്കെയായി വലിയ രീതിയിൽ ഒഴുകി ഇങ്ങോട്ടേക്ക് ഈ ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് എത്തിയത്. ഇന്ന് മാത്രം തിരച്ചിലിൽ 20 മൃതശരീരങ്ങളാണ് ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചത്. മറ്റ് 59ഓളം ശരീര അവശിഷ്ടങ്ങളാണ് ലഭിച്ചത്. അതിൽ 2 ആൺകുട്ടികൾ, അതായത് ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു മൃതശരീരമുണ്ട്. അത്തരത്തിൽ കൂടുതലായിട്ടുള്ള മൃതശരീരങ്ങൾ അടിയുന്നുണ്ട്. കൂടുതലും ഈ മണ്ണിനടിയിലായതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ കൂടുതൽ ദുസ്സഹമാകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ NDRF സംഘവും അതുപോലെ തന്നെ ഈ തണ്ടർബോൾട്ട് സംഘവും ഒക്കെ പറയുന്നത്. അതായത് നാളെയും തിരച്ചിൽ തുടരുമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോൾ അവിടെ നമുക്ക് ഈ കോട മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇനി ഏകദേശം 17ഓളം അംഗഛേദനമില്ലാത്ത മൃതദേഹങ്ങളും അതുപോലെ തന്നെ പാർട്ടായിട്ടുള്ള 10, 28ഓളം 30ഓളം ഉണ്ട്. ഇതിപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നത് അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചത് കൊണ്ടാകാം. അതല്ലെങ്കിൽ ഇതുപോലെ തുടർച്ചയായിട്ട് പല ഭാഗങ്ങളിലായിക്കൊണ്ട് മൃതശരീരങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഈ കോളനിയുടെ ഉള്ളിലെ ഈ ഒരു വനപ്രദേശത്താണ് കൂടുതലായും തിരച്ചിൽ നടത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം ഇത് കോളനിയാകുമ്പോൾ നമുക്ക് ഇവരുടെ പാടിയാണ്. പാടിക്കകത്ത് കൂടുതൽ ചെറിയ വീടുകൾ, ആ വീടുകൾ അവിടെ ധാരാളം ആളുകൾ, അത്ര ആളുകളുടെ എണ്ണം ഇപ്പോഴും നിജപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം ഏകദേശം ഒരു ഗ്രാമം മുഴുവൻ അവിടെ ഒലിച്ചു പോയിരിക്കുക. ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ എത്ര ആളുകളാണെന്ന് ഇപ്പോൾ തന്നെ നിജപ്പെടുത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആളുകളുടെ എണ്ണം ഇപ്പോൾ വീണ്ടും മരണസംഖ്യ ഉയരാനാണ് സാധ്യത. അതെ, അത് തന്നെയാണ് സേതുലക്ഷ്മി. നമുക്ക് കണക്കുകൾ അവ്യക്തമാകുന്നു. നമ്മൾ സർക്കാരിൽ നിന്ന്, അതായത് PRDയിൽ നിന്ന് തരുന്ന വ്യക്തമായ കൃത്യമായ കണക്കുകൾ മാത്രമേ നമ്മളിപ്പോൾ നൽകുന്നുള്ളൂ. ആ ഒരു കണക്ക് പ്രകാരം, അതായത് ഇന്നലെയും ഇന്നുമായി ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള തിരച്ചിലിനൊടുവിൽ 128 മൃതശരീരങ്ങളാണ് ലഭിച്ചത്. ഇന്ന് മാത്രമായുള്ള തിരച്ചിലിൽ 20 മൃതശരീരങ്ങളാണ് ലഭിച്ചത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 41 ആംബുലൻസുകൾ ഇതിനോടകം തന്നെ മേപ്പാടിയിൽ എത്തിക്കഴിഞ്ഞു. അതിൽ ഈ 30ഓളം ആംബുലൻസുകളിൽ മൃതശരീരങ്ങളാണ്, അതാണ് മേപ്പാടിയിൽ എത്തിയത്. ഈ ശരീരാവശിഷ്ടങ്ങളുമായി
പോയ ആംബുലൻസ് വൈത്തിരിയിലേക്കാണ് നേരിട്ട് എത്തിയത്. അതായത് ഈ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ വയനാട്ടിൽ നിന്ന് സ്വന്തം ഉറ്റവരെയും ഉടയവരെയും തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഓടിയെത്താനുള്ളൊരു വ്യഗ്രതയിൽ തന്നെയാണ്. പക്ഷേ അതായത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ ശേഷം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വാട്സാപ്പിലൂടെ ഫോട്ടോകൾ മാച്ച് ആയതിനു ശേഷം ബന്ധുക്കളോട് ഇവിടെ എത്തിയാൽ മതി എന്നൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വയനാട് മേപ്പാടിയിലേക്ക് മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്നത്. അതാവുമ്പോൾ അവിടുത്തെ ബന്ധുക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ. അല്പസമയം മുൻപാണ് അബ്ദുൾ വഹാബ് MP നിലമ്പൂർ ജില്ലാ ആശുപത്രി സന്ദർശിച്ചത്. അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ഒരു സമയത്ത് രാവിലെ അമിത്ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്പരം പഴി ചാരാതെ, അതായത് ഒരു പ്രകൃതി ദുരന്തമാണ്, ഈ ഒരു പ്രകൃതി ദുരന്ത സമയത്ത് ഈ പ്രകൃതി സ്നേഹികൾ കൂടുതലായും ഉണ്ടാവരുത്. അതായത് ഈ സമയത്ത് പല റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സമയമല്ല, പക്ഷേ അതായത് പരസ്പരം കൈപിടിച്ചുയർത്താനുള്ള ഒരു സമയമാണ്. കൂടുതലായുള്ള ഫണ്ട് ശേഖരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇതൊരു നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരു കാര്യമാണ് അല്പസമയങ്ങൾക്ക് മുൻപ് അബ്ദുൾ വഹാബ് MP ഇവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രി സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത്. സേതുലക്ഷ്മി. ശരി സൂര്യ.